ഞാൻ പ്രഗ്നൻ്റ് ആയിരിക്കുന്ന സമയം എനിക്കൊരു മോനുള്ളൂ, അറിയാമല്ലോ, കുറച്ച് പേർക്കെങ്കിലും അറിയാമായിരിക്കും. അപ്പോൾ എനിക്കപ്പോൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് ബേബി അത് നഷ്ടപ്പെട്ട് കുറച്ചാളുണ്ടായിരുന്നുള്ളൂ. ബട്ട് അപ്പച്ചൻ്റെ ഒരു ആക്സിഡൻറ്റ് മരണമായിട്ട് ആ കുട്ടി പോയായിരുന്നു 3 മാസം. സെക്കൻഡ് എൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ എൻ്റെ മോൻ, ഇപ്പോഴത്തെ എൻ്റെ മോൻ. അപ്പോൾ കൺസീവ് ആയപ്പോൾ ഞാൻ ഓമനത്തിങ്കൽ പക്ഷി സീരിയൽ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ആങ്സൈറ്റി ആയിരുന്നു, കാരണം ഞാൻ ആ സമയത്ത് കൺസീവാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഭയങ്കര കൊതികളും നമുക്ക് ആഗ്രഹങ്ങളും പിന്നെ ഭയങ്കര അപ്പോൾ ആ വർക്കിലാണ് ശ്രീവിദ്യാമ്മ ഞങ്ങളുടെ കൂടെ അഭിനയിക്കുന്നു സീരിയലിൽ. അപ്പോൾ ഞാൻ നല്ല ഒരു ത്രൂ ഔട്ട് റോളാണ് അതിൻ്റെ അകത്ത്, നല്ലൊരു ക്യാരക്ടറാണ്. അപ്പോൾ എനിക്ക് ആ സമയത്തൊക്കെ ഭയങ്കര ആഗ്രഹം, പിന്നെ വീട്ടിൽ അമ്മച്ചി ഉണ്ടാക്കണത് കഴിക്കണം എന്ന് ഭയങ്കര ആഗ്രഹം, പിന്നെ ചോദിക്കണതൊക്കെ അമ്മയല്ലേ ഉണ്ടാക്കി തരുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഞാൻ ആ ലൊക്കേഷനിൽ വന്ന് ജോയിൻ ചെയ്തപ്പോൾ വിദ്യാമ്മ എനിക്ക് ഭയങ്കര സന്തോഷമായി. വിദ്യാമ്മ അതിന് മുമ്പ് അറിയാം, വസുന്ധര ചെയ്തിട്ട് ഞങ്ങൾ നല്ല കമ്പനിയായിരുന്നു. വിദ്യാമ്മ എന്നെ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം. അപ്പോൾ വിദ്യാമ്മയ്ക്ക് എന്താണ് അസുഖമായിട്ട്, പക്ഷെ നമുക്കൊന്നും അറിയില്ലായിരുന്നു. നമ്മളൊക്കെ വിചാരിക്കണം വിദ്യാമ്മയ്ക്ക്, അപ്പോൾ വിദ്യാമ്മയ്ക്ക് മാത്രമാണ് ലിഫ്റ്റ് ആ വീട്ടിൽ ഉപയോഗിക്കാൻ പാടുള്ളൂ. അപ്പം ഞാൻ കൺസീവ് ആയതുകൊണ്ട് വിദ്യാമ്മ പറയും, നീ സ്റ്റെപ്പ് കയറരുത്, അമ്പലത്തറ വീട് അറിയാമല്ലോ എല്ലാവർക്കും, വലിയ സ്റ്റെപ്പ്, ആരും കയറരുത്, നീയും കൂടെ എൻ്റെ കൂടെ ഇതിൽ പോന്നാൽ മതി. അപ്പോൾ ഞാൻ വസുന്ധരയിൽ വന്നപ്പോഴും എന്നെ കൂടി ഇരുത്തിയപ്പോഴും ഞങ്ങൾ ഭയങ്കര എൻ്റെ അപ്പച്ചനെയൊക്കെ നോക്കി ഞാനിങ്ങനെ പറയും, എൻ്റെ അപ്പച്ചൻ അതിൽ പോകുമ്പോൾ വിദ്യാമ്മയോട് ഞാൻ പറയും, വിളിക്കുക ആൻ്റണി തോന്നുന്നു, എൻ്റെ അപ്പച്ചനാണെങ്കിൽ നാണം കുടുങ്ങിയെന്ന് വെച്ചാൽ അപ്പച്ചൻ്റെ ഒക്കെ സ്വപ്ന നായികയല്ലേ വിദ്യാമ്മ, ഇങ്ങനെ എവിടെ നിന്നൊക്കെ നോക്കണ്ടെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ. അപ്പൊ ഞാൻ വെറുതെ അവ ഞാനൊക്കെ ഞങ്ങളൊക്കെ തന്നെ മുഖത്തേക്ക് നോക്കി കൃഷ്ണകുമാർ അടുത്ത് നോക്കി, എൻ്റെ ദൈവം ഈ സൗന്ദര്യം കണ്ടിട്ട് കാരണം ചുണ്ട് മൂക്ക് അയ്യോ എല്ലാം ഒരു പ്രത്യേകമായി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളൊക്കെ ഇങ്ങനെ വായി നോക്കി ഞാൻ എന്നിട്ട് എന്ന് പറഞ്ഞാൽ അപ്പൊ കിച്ചൊക്കെ ഇങ്ങനെ ഇരിക്കും. അപ്പൊ അങ്ങനെ നമ്മൾ കൊതിയോടെ വിദ്യാമ്മയുടെ കൂടെ അഭിനയിച്ച സമയമുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിൽ വന്നപ്പോഴേക്കും വിദ്യാമ്മ ശരിക്കും കുറച്ച് ടയേർഡൊക്കെ ആയിട്ട്, നമുക്കറിയില്ല എന്താ അസുഖമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞു ഞാൻ കൺസീവ് ആണെന്ന് പറഞ്ഞിട്ട് എൻ്റെ അമ്മ സന്തോഷിക്കുന്നേ, അതുപോലെ സന്തോഷം കേട്ടോ. എന്നിട്ട് എൻ്റെ അടുത്ത് എന്നെ കെയർ ചെയ്യുന്നത് എന്നും പുള്ളിക്കാർക്ക് വീട്ടിൽ നിന്നാണ് ഫുഡ് വരിക. അപ്പോൾ ഈ ക്യാരിയറിൽ എൻ്റെ അടുത്ത് ചോദിക്കും, എന്നും എന്നോട് ചോദിക്കും, നിനക്ക് ഇന്ന് എന്ത് ഫുഡ് കഴിക്കാനാണ് തോന്നുന്നത്? അപ്പോൾ ഞാൻ പറയും എനിക്ക് പുളിയുള്ളത് ഇങ്ങനെയാണ് ഇഷ്ടമാണെന്ന്. അപ്പോൾ എൻ്റെ പൊന്നേ ഇത്രയും വലിയ ഒരു കിണറെന്നാണ് ഞങ്ങൾ വിളിക്കുക, വിദ്യാമ്മയുടെ കിണർ വന്നിക്കി ഞങ്ങളെല്ലാവരും ഓടും. അപ്പോൾ വന്നിട്ട് പറയും വാ നീ വാ എന്ന് പറഞ്ഞ് നമ്മളെ വിളിച്ചിരുത്തിയിട്ട് എന്തൊക്കെ വെറൈറ്റി പുളിയുള്ള സാധനങ്ങളോ ഇപ്പോഴും വായിൽ വെള്ളം വരണമെന്ന് വെച്ചാൽ രസമൊക്കെ. എൻ്റെ ജീവിതത്തിൽ അങ്ങനത്തെ രസം ഞാൻ കഴിച്ചിട്ടില്ല. ടേസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ മെഴുക്ക് പുരട്ടിയിലൊക്കെ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ടാണ് മെഴുക്ക് പുരട്ടിയൊക്കെ ഉണ്ടാക്കുക. വെണ്ടയ്ക്കൊക്കെ എനിക്ക് വെറുത്ത സാധനമാണ്, എനിക്കിഷ്ടമല്ല വെണ്ടയ്ക്ക. ആ വെണ്ടയ്ക്കൊക്കെ മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ ഗ്രൗണ്ട് നട്ട്സ് ഒക്കെ ഇട്ടിട്ട് അയ്യോ എൻ്റെ ദൈവം. അപ്പോൾ എന്നും എന്നോട് ചോദിക്കും, നിനക്ക് ഇവിടെ വരുമ്പോൾ എന്ത് വേണം, ഏത് നിനക്ക് ഇഷ്ടം ചോദിച്ചിട്ട് അവിടെ വിളിച്ച് പുള്ളിക്കായിരിക്കും നല്ലൊരു കുക്കുണ്ട്. അങ്ങനെ എൻ്റെ അമ്മയെ പോലെ എന്നിങ്ങനെ എങ്ങനെ എന്നെ നോക്കിയിരുന്നു എന്നറിയാം. ഞാൻ പ്രസവിച്ചപ്പോഴും വിളിച്ച് ചോദിച്ചു. പക്ഷെ അത് കഴിഞ്ഞിട്ട് മോനെ കൊണ്ട് എനിക്കൊന്ന് കാണിക്കാൻ പറ്റിയില്ല, അപ്പോഴേക്കും വിദ്യാമ്മ പോയി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട് അത്. അപ്പോൾ രണ്ടും ഒരു ഇടകലർന്നൊരു അനുഭവമായിരുന്നു. അപ്പോൾ സത്യം